അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ 54-ാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്തുൽ ഖമറിലെ ആയത്താണ് ഇന്ന് ഞാൻ നിങ്ങളോട് തദബ്ബുർ ചെയ്ത് സംസാരിക്കുവാൻ വേണ്ടി പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ അവർക്ക് നൽകിയിട്ടുള്ള താക്കീതുകളെ പറ്റിയിട്ടും അവർക്ക് നൽകിയിട്ടുള്ള ശിക്ഷകളെ പറ്റിയിട്ടും തുടർന്ന് ആദിനെയും സമൂദിനെയും ലൂത്തിനെയും എല്ലാം പറ്റി പറഞ്ഞതിനു ശേഷം തുടരെ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള വചനമാണ് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. നിശ്ചയമായും ഖുർആനിനെ നാം നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നിരിക്കുന്നു, എന്നാൽ ഫഹൽ മിൻ മുദ്ദക്കിർ ചിന്തിച്ചു മനസ്സിലാക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും അതുപോലെ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെയും ആദിന്റെയും സമൂദിന്റെയും എല്ലാം ചരിത്രങ്ങൾ എടുത്ത് പഠിച്ച് അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്നവർക്ക് അത് തന്നെ ഖുർആൻ നമുക്ക് ആ ഗുണപാഠങ്ങൾ ഖുർആൻ നൽകുന്ന സന്ദേശമാണ്. ആ ഗുണപാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക. നമുക്കറിയാം, ഖുർആൻ എന്ന് പറയുന്നത് അത് ഏറ്റവും അവസാനമായിട്ട് ഇറക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വേദഗ്രന്ഥമാണ് ഖുർആൻ. പ്രവാചകന് ശേഷം ഇനിയൊരു നബിയോ ഖുർആനിന് ശേഷം ഇനിയൊരു വേദഗ്രന്ഥമോ വരാനില്ല. മറ്റുള്ള ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് അതിൽ യാതൊരു വിധത്തിലുള്ള മാറ്റത്തിരുത്തലുകളും നമുക്ക് കാണുവാൻ വേണ്ടിയിട്ടും സാധ്യമല്ല. ലോകാവസാനം വരെ മനുഷ്യർക്കുള്ള വഴികാട്ടിയാണ് ഖുർആൻ. മനുഷ്യൻ എന്തെല്ലാം ചെയ്യണം, അവൻ എന്തെല്ലാം ചെയ്തുകൂടാ, അവൻ എപ്രകാരത്തിൽ ജീവിക്കണം എന്നിങ്ങനെ പറ്റിയിട്ട് മനുഷ്യന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും വ്യക്തമായിട്ടുള്ള മാർഗരേഖ അവനെ സൃഷ്ടിച്ച അവന്റെ രക്ഷിതാവ് തന്നെ അവൻക്ക് ഖുർആനിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, മറ്റുള്ള ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ തൗറാത്താകട്ടെ, സബൂറാകട്ടെ, ഇഞ്ചീലാകട്ടെ, ഇവയെല്ലാം തന്നെ അവരുടെ പ്രവാചകന്മാരുടെ കാലശേഷം അതിലെല്ലാം ധാരാളമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ കാണുക സാധ്യമായി. അതിൽ പലതരത്തിലുള്ള കൂട്ടിക്കലർത്തലുകളും തിരുത്തലുകൾക്കുമെല്ലാം അത് വിധേയമായിട്ടുണ്ട്. എന്നാൽ ഖുർആൻ അത് ഇന്നേ വരെ യാതൊരു വിധത്തിലുള്ള മാറ്റത്തിരുത്തലുകൾക്കും അത് വിധേയമായിട്ടില്ല. ഇനി അങ്ങോട്ടേക്കും അത് വിധേയമാവുകയുമില്ല. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും നാമാണ് ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന്. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ശാസ്ത്ര പരാമർശങ്ങൾ പോലും 100% സത്യമായിട്ട് പുലരുന്നതാണ് ആധുനിക ലോകത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അള്ളാഹു വീണ്ടും പറയുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ പറ്റി ചിന്തിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അത് അള്ളാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നാണ് അത് ഇറക്കപ്പെട്ടതെങ്കിൽ നിങ്ങൾക്കതിൽ ധാരാളമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ കാണുവാൻ വേണ്ടി സാധിക്കുമായിരുന്നു. എന്നാൽ ഖുർആൻ അത് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്. അതുകൊണ്ട് അതിൽ യാതൊരു തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും കാണുക സാധ്യമല്ല. ജാഹിലിയത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് അവിടുത്തെ മനുഷ്യ മനസ്സുകളെ വിവേകത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. ഊരിപ്പിടിച്ച വാളുമായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി വന്ന ഉമർ ഇബ്നു ഖത്താബിനെ ഉമറുൽ ഫാറൂഖാക്കി മാറ്റിയിട്ടുള്ള മനോഹരമായിട്ടുള്ള വചനങ്ങളുള്ള ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഏതൊരു കഠിനമായിട്ടുള്ള ഹൃദയത്തെയും ലോലമുള്ളതാക്കുകയും തകർന്നിരിക്കുന്ന മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് സാന്ത്വനമേകിക്കൊണ്ട് അതിന് കരുത്തേകുന്നതുമായിട്ടുള്ള ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. പാപഭാരം കൊണ്ട് ദുഃഖിച്ചിരിക്കുന്ന തന്റെ അടിയാനോട് അള്ളാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. എൻ്റെ സ്വന്തം ആത്മാക്കളോട് അക്രമം ചെയ്തു പോയിട്ടുള്ള എൻ്റെ അടിമകളെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റിയിട്ട് നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് അള്ളാഹു അവരോട് പറയുകയാണ്. ഇത്തരത്തിൽ സാന്ത്വനം ആവശ്യമായവർക്ക് സാന്ത്വനത്തിന്റെ വചനങ്ങളും അതിൽ കാണുവാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, ഇന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഖുർആനിനെ പറ്റി പഠിക്കുകയും അതിനെ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുകയും ഖുർആനിൽ ആകൃഷ്ടരായിക്കൊണ്ട് അതിന്റെ വചനങ്ങളിൽ അത്ഭുതം പൂണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അള്ളാഹു പറയുന്നത് ഖുർആൻ അത് മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഗ്രന്ഥമാണ് എന്നതാണ്. ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാൻ വേണ്ടി സാധിക്കും. അള്ളാഹു സൂറത്തുൽ ഇബ്രാഹിമിന്റെ ആദ്യ വചനത്തിലൂടെ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ. കിതാബുൻ അൻസൽന, നബിയെ, ഈ ഖുർആനെ ഇറക്കിയിട്ടുള്ളത് അത് മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. മിനൽ ദുലുമാതി ഇലൻ നൂർ, ഇരുട്ടിൽ നിന്നും മനുഷ്യനെ വെളിച്ചത്തിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ പാതയിലേക്ക്, അള്ളാഹു ക്ഷണിക്കുന്ന മാർഗത്തിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നതാണ്.
ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകന്റെ സ്വഭാവത്തെ പറ്റിയിട്ട് ചോദിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നൽകിയിട്ടുള്ള മറുപടി പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നതാണ്. അപ്രകാരം നമ്മുടെ സ്വഭാവം ഖുർആനിനനുസരിച്ച് മാറ്റുവാൻ വേണ്ടിയിട്ട്, ഖുർആൻ എന്ത് പറഞ്ഞോ അപ്രകാരത്തിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ഖുർആനിനെ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തന്നിട്ടുള്ളത് നമ്മൾ ചിന്തിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്രകാരത്തിൽ ഖുർആനിനെ പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക. മറ്റുള്ള ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് ഖുർആൻ നമ്മൾ വായിക്കുന്ന ഓരോ വചനങ്ങൾക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് പ്രതിഫലമുണ്ട്. ഓരോ അക്ഷരങ്ങൾക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പരാതി പറയുന്ന, പ്രവാചകൻ സങ്കടം പറയുന്ന ഒരു വിഭാഗം ഒരാളുകളുണ്ട്. അള്ളാഹു പ്രവാചകൻ പറയുന്നുണ്ട്, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആനി മഹ്ജൂറ. എൻ്റെ റബ്ബേ, എൻ്റെ സമൂഹം, എൻ്റെ കൗമ് ഇതാ ഖുർആനിനെ വർജിച്ച് കളഞ്ഞിരിക്കുന്നു. ഇപ്രകാരത്തിൽ പ്രവാചകന്റെ സങ്കടത്തിന് കാരണക്കാരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഇല്ലാതിരിക്കട്ടെ. നമുക്ക് ഖുർആനിന്റെ വാക്താക്കളായി മാറാൻ വേണ്ടിയിട്ട്, ഖുർആനിന് വേണ്ടിയിട്ട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളായിട്ട് മാറുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ഖുർആൻ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാകുവാൻ വേണ്ടിയിട്ടും നമുക്ക് വെളിച്ചം നൽകുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങളെ മാറ്റിക്കളയുന്ന ഒരു കാര്യമായിട്ടും മാറുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.